ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു പുളിഞ്ചിക്ക അച്ചാർ തയ്യാറാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ ഇതിനെ പുളിഞ്ചിക്ക എന്ന് പറയും. ചിലപ്പോൾ ഇതിനെ പുളിഞ്ചിക്കയെന്നോ ചീമപ്പുളിയെന്നോ ഇരുമ്പൻ പുളി, ഓർക്കാപ്പുളി, ഇതെല്ലാം ഈ ഒരു പുളിഞ്ചിക്ക തന്നെയാണ് പറയുന്നത്. ഇനി നമുക്കിതുകൊണ്ടൊരു അച്ചാർ തയ്യാറാക്കാം. നമ്മൾ പുളിഞ്ചിക്ക നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്കത് ഇഷ്ടമുള്ള ഷേപ്പിന് അത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു പുളിഞ്ചിക്കയെ 4ആയിട്ട് കട്ട് ചെയ്താണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് അത് കട്ട് ചെയ്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ പുളിഞ്ചിക്കയെല്ലാം കട്ട് ചെയ്ത് വെള്ളമൊന്നുമില്ലാതെ മാറ്റി വയ്ക്കാം. നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാൻ അടുപ്പിലേക്ക് വെച്ച് 2 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കത് നല്ലെണ്ണയിൽ തയ്യാറാക്കാം. ഇനി എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 സ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുന്ന സമയത്ത് 1-2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 6 അല്ലി വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി അരിഞ്ഞതാണ്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ എണ്ണയിൽ കിടന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്, വഴറ്റിയെടുത്തിട്ടുണ്ട്. ഫ്ലെയിം നമ്മൾ കുറച്ചാണ് വച്ചിട്ടുള്ളത്. ഇപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സാദാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 വലിയ സ്പൂൺ മുളക് പൊടി, ഇനി 1/4 ടീസ്പൂൺ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ കടുക് പൊടിയുമാണ്. നമ്മൾ കടുകും ഉലുവയും കൂടി മിക്സ് ചെയ്ത് 1/4 ടീസ്പൂൺ വീതം എടുത്ത് നമ്മൾ വറുത്ത് പൊടിച്ചെടുത്തതാണ് ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്നുകൂടി പറയാം, 1/4 ടീസ്പൂൺ കടുകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/4 ടീസ്പൂൺ ഉലുവപ്പൊടിയും, ഇത് മൂന്നും 1/4 ടീസ്പൂൺ വീതമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പുളിഞ്ചിക്കയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പുളിഞ്ചിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അച്ചാർ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ പുളിഞ്ചിക്കയിൽ വെള്ളമൊന്നും ഉണ്ടാകരുത്, എന്നാൽ പുളിഞ്ചിക്ക പെട്ടെന്ന് പൂത്തു പോകും. പുളിഞ്ചിക്ക നല്ല അച്ചാർ തയ്യാറാക്കുമ്പം വെള്ളമൊന്നും പാടില്ല, പെട്ടെന്ന് അച്ചാർ കേടാവും. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം. 1-2 മിനിറ്റ് അടച്ച് വെച്ച് ഇതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഈ പുളിഞ്ചിക്ക നമ്മൾ ശർക്കര പാനിയിലാണ് തയ്യാറാക്കുന്നത്. ശർക്കര പാനിയിൽ കിടന്ന് വേണം ഇനി ഈ പുളിഞ്ചിക്ക വേവാനായിട്ട്. നമ്മളിതിന് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ മസാലയെല്ലാം പുളിഞ്ചിക്കയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ഉരുക്കി അരിച്ച് വച്ചിട്ടുള്ളതാണ്. ഈ സമയത്ത് നമുക്ക് ശർക്കര പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ അച്ചാർ മധുരമാണ് മുന്നിട്ട് നിൽക്കേണ്ടത്, അത് നോക്കിയിട്ട് നിങ്ങൾ ശർക്കര പാനി ചേർത്ത് കൊടുക്കുക. അതുകൊണ്ടാണ് ശർക്കര പാനിയുടെ അളവ് പറയാത്തത്. മധുരമാണ് മുന്നിട്ട് നിൽക്കേണ്ടത്, അല്പം കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഈ ശർക്കര പാനിയിൽ കിടന്ന് വേണം ഇനി ഈ പുളിഞ്ചിക്ക വേകാനായിട്ട്. ഇനി നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല, അടച്ചു വെച്ച് നല്ലതുപോലെ ഒന്ന് വേകട്ടെ. ഈ പുളിഞ്ചിക്കയിൽ കിടന്ന് ഈ ശർക്കര പാനിയിൽ കിടന്ന് ഈ പുളിഞ്ചിക്ക നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. അപ്പം നമ്മൾ അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ച് നല്ലതുപോലെ ഒന്ന് ശർക്കര പാനിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. പുളിഞ്ചിക്കയും വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ശർക്കര പാനിയൊക്കെ നല്ലതുപോലെ ഒന്ന് കട്ടിയായി, പുളിഞ്ചിക്ക നല്ലതുപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. കണ്ടോ, ഇതാണ് ഇതിൻ്റെ പരുവം. തണുത്തപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നമ്മൾ ഈന്തപ്പഴമൊക്കെ വെച്ചിട്ട് അച്ചാർ തയ്യാറാക്കില്ലേ, ആ ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെയാണ്. നമ്മൾ കല്യാണത്തിന് ബിരിയാണിയൊക്കെ കഴിക്കാൻ പോകുമ്പോൾ മധുരമുള്ളൊരു അച്ചാർ കിട്ടില്ലേ, അതേപോലത്തെ ഒരു ടേസ്റ്റാണ്. മധുരവും എരിവും പുളിവും ഒക്കെ ഉള്ളൊരു അച്ചാർ തന്നെയാണ്. ഇഷ്ടമുള്ളവരെല്ലാവരും തയ്യാറാക്കി നോക്കുക. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങൾ ഇതുവരെയും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക.
അപ്പം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് അച്ചാർ മൊത്തവും മാറ്റിയിട്ടുണ്ട്. ഇതാ കണ്ടോ, നമ്മുടെ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കാണാനും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും എന്തിൻ്റെ കൂടെയും